വക്കീൽ ഇറങ്ങിക്കോ. ഓ കാർത്തിക്, കാർത്തിക്, പതുക്കെ പതുക്കെ. നിന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ? ഐഡന്റിറ്റി കാർഡ് ഉണ്ടോന്ന്? സ്കൂളിലെ കാർഡ്. മതി മതി മതി. എങ്ങോട്ടാണ്? കാര്യമുണ്ടമ്മേ. ടെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ ഇന്ന് തന്നെ പൊക്കോളാം. പാടില്ല പാടില്ല, നീ പോകാനേ പാടില്ല. നീ എന്റെ പുത്രനല്ലേടാ. അത് തെളിയിച്ചാലല്ലേ നാളെ എന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ അവകാശം നിനക്ക് കിട്ടൂ. സ്വത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ. എന്തിനു വേണ്ടിയായാലും നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്താ ചെയ്യാ? എന്തിനാ വക്കീലൊക്കെ? ഒന്നുമില്ല, ഇയാളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്തിന്? അല്ല, കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരും. ഉണ്ട്, വക്കീലുണ്ട്, വക്കീലുണ്ട്. നീ വന്നേക്കണേ. ബ്ലഡ് ബാങ്കിൽ ഞാൻ വന്നിട്ട് പറയാം. കേറാ, വണ്ടി അങ്ങനെ ചാരിയാ കൂന്നുകളെ. വക്കീലേ കേറാ. ഇതെന്തിനുള്ള ടെസ്റ്റാണെന്ന് അറിയാമല്ലോ അല്ലേ? അറിയാം. നെഗറ്റീവാണ് തെളിഞ്ഞ വലിയ കേസാവും, ജയിലിൽ പോകേണ്ടി വരും. വെറുതെ അവനെ പേടിപ്പിക്കില്ലേ ഡോക്ടറെ? അതൊക്കെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ ഓവറാണല്ലോ. അതെ. അപ്പോൾ നമുക്ക് ലാബിലേക്ക് പോവാം. ബാലൻ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. നീ ഇവിടെ ഇരുന്നോ. വാടാ. അജയ, എന്താ ഇതൊക്കെ? ഒന്നുമില്ലമ്മേ, ഒന്നുമില്ല. എന്നോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യം ഇവിടെ നടക്കുന്നേ? അമ്മ അവിടെ ബാലിന്റെ കൂടെ ഇരിക്കേ. ഞങ്ങൾ ഇപ്പൊ വരാം, വന്നിട്ടെല്ലാം പറയാം. പറ്റില്ല, എനിക്ക് ഇപ്പൊ എല്ലാം അറിയാം. അമ്മൂട്ടിയമ്മ ബഹളം വെക്കാതിരിക്കെ. ഇവൻ അജയന്റെ മോൻ തന്നെയാണെന്ന് അറിയാനുള്ള ഒരു മെഡിക്കൽ ടെസ്റ്റാ. റിസൾട്ട് കിട്ടി നമുക്ക് സത്യം അറിയാം. അത് ശരി. അപ്പൊ അതിനു വേണ്ടിയായിരുന്നു ഈ നാടകമൊക്കെ അല്ലേ? കാശും ആൾ സ്വാധീനം ഉണ്ടെങ്കിൽ ഏത് ടെസ്റ്റ് ഇവിടെ നടത്താം. നീ പറയുന്നത് പോലെ ഡോക്ടർമാർ എഴുതി തരും ചെയ്യും. അത് വെച്ചോണ്ട് കോടതി വാദിച്ച് ജയിക്കാം. പക്ഷേ മനസാക്ഷിയുടെ മുന്നിൽ ജയിക്കാൻ പറ്റില്ല. അമ്മേ, ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കിട്ടുന്ന അവസരമാണ്. വാശി പിടിച്ച് അമ്മ അത് ഇല്ലാതാക്കരുത്. ഇവൻ എന്റെ മകനല്ല, അതെനിക്ക് തെളിയിക്കണ്ടേ? നീ നിന്റെ അച്ഛന്റെ മകനാണെന്ന് ഏത് ടെസ്റ്റ് നടത്തിയിട്ടാടാ തെളിച്ചിട്ടുള്ളത്? മക്കളെന്ന് പറയുന്നത് ഈശ്വരന്റെ വരദാനാ. എനിക്ക് നിന്നെ തന്നതും ഇവനെ തന്നതും ആ ഈശ്വരനാ. അതിനെ ധിക്കരിച്ച് ഒരാളും ഒരു ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല. നീ വാടാ മോനെ. അമ്മേ, ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് കഴിക്കേ. എന്താ അമ്മ ഇത്? നിങ്ങൾ 3 പേരും ഇങ്ങനെ മിണ്ടാതെ ഓരോ ഭാഗത്തിരുന്ന എല്ലാ പ്രശ്നവും തീരുവോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും സൗകര്യത്തിന് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ പോവാ. പുറത്തെ വാതിലടയ്ക്കാൻ മറക്കണ്ട. നിക്കേ, ഞാനും വരാം. ഞാൻ ഉപദേശിക്കൊന്നുമല്ല, എന്നാലും വേണ്ടാത്തൊക്കെ പറഞ്ഞ് നിങ്ങൾ അമ്മയും മോനും കൂടി ഇനി വഴക്ക് കൂടരുത്. എന്റെ വിഷമം നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്ര നാളും അജേട്ടന് ഒരു അബദ്ധം പറ്റിയതാണെന്ന് ഞാനും വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ തോന്നുന്നു നമുക്കറിയാത്ത എന്തൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ടെന്ന്. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മയോടിപ്പോ പറയുന്നില്ല. നീയും മനസ്സിൽ മാത്രം വെച്ചാൽ മതി. എന്താ അത്? അവനെപ്പറ്റി സേലത്തൊക്കെ ഞാൻ അന്വേഷിച്ചു. സ്കൂളുകാർക്ക് പോലും കൂടുതലൊന്നും അറിയില്ല. അറിയാവുന്ന വിവരങ്ങൾ വെച്ച് ഞാൻ നാളെ ചെന്നൈക്ക് പോവാ. പഴയ പരിചയക്കാരെങ്കിലും ഇപ്പോഴവിടെ ഉണ്ടാവണം.
ഇവിടെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ ചെറിയ വീടുകളായിരുന്നു, ലൈൻ മുറികൾ. അതിലെ താമസക്കാരൊക്കെ ഇപ്പോൾ എവിടാന്നറിയോ? நாயர மலையாளத்தில் என்ன மாதிரி ஏதாவது கேட்குறாங்க, என்ன ஏதுன்னு விசாரியா. എന്താ വേണ്ടേ? ഞാൻ പാലക്കാട് നിന്ന് വരിക. ഓ പണ്ട് ഈ ഹോട്ടലിൽ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ചെറിയ വീടുകളായിരുന്നു. ആ. എൻ്റെ ഒരു പരിചയക്കാരൻ ഇവിടെ താമസിച്ചിരുന്നത്. ഓ. അയാളെ കാണാൻ വന്ന അയാൾ എങ്ങോട്ടാ മാറിയെന്ന് എനിക്കറിയില്ല. പണ്ടെന്ന് പറയുമ്പോ ഒരു 10-18 കൊല്ലം മുമ്പാ. അയ്യോ 18 കൊല്ലം മുമ്പുള്ള സ്ഥലമൊക്കെ ഇപ്പൊ വന്ന് അന്വേഷിച്ചാൽ എങ്ങനെയാ? സിറ്റി മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് തന്നെ 6 കൊല്ലം കഴിഞ്ഞു. അതിനു മുമ്പുള്ള കാര്യങ്ങള് ഒരു കാര്യം ചെയ്യേ, ഈ റോഡിന്റെ അങ്ങേയറ്റത്ത് പൂക്കട നടത്തുന്ന ഒരു മാമിയുണ്ട്. അവരിവിടെ പണ്ടേ ഉള്ളതാ, അവർക്കറിയുമായിരിക്കും. താങ്ക്സ്. ஹலோ சுந்தரேசனா? ஆமாப்பா, பூக்கார மாமி பேசுறேன். இப்போ ஏஆர் பேக்கரி இருக்கே, அந்த இடத்துல ஏற்கனவே குடிசையெல்லாம் இருந்துச்சு. அதுல ஒரு டிரைவர் தம்பி, மலையாளக்கார தம்பி இருந்துச்சு. அது பேர் என்னப்பா? സെയ്തലി. செய்தாலின்னு பேரு. அவரு சினிமா கம்பெனில கார் ஓட்டி இருந்தார்லப்பா. அவர் இப்ப எங்க இருக்காருன்னு உனக்கு தெரியுமா? அவரை தேடி ஊர்ல இருந்து ஒரு தம்பி வந்திருக்கு. அவருக்கு அந்த அட்ரஸை சொல்ல முடியுமா? சரி சரி சரி, இப்பவே அனுப்பி வைக்கிறப்பா. பக்கத்து தெருவில் 40ஆம் நம்பர் வீட்டில் ஒரு ஆபீஸ் இருக்கு. அங்க சுந்தரேசா இருக்கா, அங்க போ சாமி. ഈ സുന്ദരേശൻ യാര്? அடாடா, சொல்ல மறந்துட்டேனே. அவரு சினிமா கம்பெனில எக்ஸ்ட்ரா சப்ளையரா இருந்தாரு. அவரு கொஞ்சம் தண்ணி கேஸு. எப்பா அதிகமா காசு கொடுக்காதப்பா. ஏங்க என்ன வேடி பார்த்துட்டு இருக்கீங்க? போங்க போங்க, நாங்க தறிய பிடிச்சு போங்க. போங்க போங்க, ஷூட்டிங் டைம் ஆகுது, கூப்பிடுறாங்க பாரு. போங்க. அது சொல்லி தந்தாலும் நீங்கள் கண்டுபிடிക്കാൻ വളരെ കഷ്ടമായിരിക്കും. അതേ വളസരവാക്കം പക്കത്തിൽ ഒരു സിറിയ സന്താനം. സുന്ദരേശൻ കൂടെ വന്നാലേ നമുക്കൊരു ഓട്ടോ പിടിച്ചു പോവാം. അതേ ഓട്ടോയിലെ തിരിച്ചു കൊണ്ടുവിടാം. വരലാം, പക്ഷേ എനിക്ക് ഈ ഒരു കടയിൽ കുറച്ച് കാശ് കൊടുക്കണം, 300 രൂപ. അത് കൊടുത്താലേ ഞാൻ ഫ്രീ ആകും. അത് ഞാൻ തരാം. അണ്ണാത്തെ വാങ്ങ പോലാം. അല്ല, കടയിൽ കാശ് കൊടുക്കണ്ടേ? അത് തിരിച്ചു വന്ന് കൊടുത്താ പോരെ. ആട്ടോ ആട്ടോ വാങ്ങ അണ്ണാത്തെ. அண்ணாத்த இதை நான் கொடுத்துக்க மாட்டேனா? உங்களுக்கு எதுக்கு வீண் சிரமம்? கொஞ்சம் வெயிட் பண்ணுங்க. சரிங்க. இதான் வீடு, வாங்க. டாக்ஸி பண்ணியாக்க அவர் விட்டாச்சு. மக்களொക്കെ பெரிய நிலையில் ஆயிலே. மூத்தவன் அது டி நகரில் செருப்பு கடை வச்சிருக்காரு. சின்னவன் டிரான்ஸ்போர்ட்டில் கண்டக்டர். உங்களை காண வேண்டி வந்ததான் செய்தாலிக்கா, பாலக்காட்டுலன்னு. அல்லா, அஜேனோ? സെയ്തലിക്ക. சார் நான் போட்டுமா? எதுக்கு சார் இதெல்லாம்? சார் கொடுங்க சார். എത്ര നാളാ എന്നെ കണ്ടിട്ട്? സത്യത്തിൽ എനിക്ക് എന്നെ മനസ്സിലായേ ഇല്ല. സെയ്താലിക്ക് ആളാകെ മാറിപ്പോയി. അത് പിന്നെ വയസ്സായില്ലേ. ഷായന, ഇതാരാന്നറിയോ? എന്റെ പഴയ ശിഷ്യനാ അജയൻ. ഞാനാണ് ഇവരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചേ. ഇതിന്റെ മോന്റെ കിട്ടിയോളാ. ഡ്രൈവിംഗ് മാത്രമല്ല, അന്ന് സെയ്താലിക്കായിരുന്നു എന്റെ രക്ഷകൻ. ഓ, അങ്ങനെ വലിയ വർത്താനൊന്നും വേണ്ട. വേണമെങ്കിൽ റൂട്ട് തിരിച്ചു വിട്ടോന്ന് പറഞ്ഞു. വല്ല ഹോട്ടലിലും ജോലി കിട്ടുമെന്ന് അന്വേഷിച്ചാണ് ഇവരിൻ്റെ അടുത്ത് വരുന്നത്. ഡ്രൈവിംഗ് പഠിപ്പിച്ച് ഞാനൊരു മാർവാടിന്റെ കമ്പനിയിലാക്കി കൊടുത്തു. അന്ന് ഇവന് ഇത്തിരി സിനിമാ കമ്പൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആരും എൻ്റെ അടുത്ത് വരും, ഏതെങ്കിലും ഡയറക്ടർമാരെ പരിചയപ്പെടുത്തി തരുമെന്ന് വെച്ചിട്ട്. അതൊക്കെ വല്ല ഓർമ്മയുണ്ട് ഇപ്പൊ നിനക്ക്? ഞാൻ ചായ എടുക്കാം. ചായ മാത്രം പോരാ, തിന്നാനും എന്തെങ്കിലും ഉണ്ടാക്കണം. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അത് നീ അല്ലല്ലോ തീരുമാനിക്കണ്ടേ. അല്ല, അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ട്? ചെറിയൊരു കാര്യമുണ്ട് സെയ്തലിക്ക. എന്താടാ? അത് പിന്നെ കുറച്ച് വിശദമായിട്ട് പറയണ്ട. എന്നാ വാ, നമുക്ക് മോള് പോയിരിക്കാം. ആ. നീ ചായ കുടിക്കേ. പടച്ചോൻ വല്യോനാ, അതുകൊണ്ടാണ് എന്നെ എൻ്റെ അടുത്ത് തന്നെ എത്തിച്ചേ. നീ ഈ പറഞ്ഞ കുട്ടിയെ എനിക്കറിയാം, നന്നായിട്ടറിയാം. ശാന്തി എന്നാണ് അവളുടെ പേര്. ഡാൻസ് ട്രൂപ്പിലായിരുന്നു. ഈ സിനിമയിൽ നായികാനായകന്മാർ പാട്ട് പാടുമ്പോൾ പിന്നെന്ന് കുറെ കുട്ടികൾ ഡാൻസ് ചെയ്യല്ലോ, അതിലൊരു കുട്ടി.